പ്രിയഞ്ചേട്ടനും പാറും ഇനി ജോലിക്ക് വരാനുള്ള സാധ്യത ഇല്ലല്ലേ? കമ്പനി അവരോട് കാണിച്ചു കൂട്ടിയതെല്ലാം സഹിക്കാവുന്നതിലപ്പുറമല്ല. ഇനിയും അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അങ്ങ് ഉറപ്പിക്കല്ലേ. നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ അങ്ങ് പോവോ? ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. പ്രിയ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പോലീസ് നിന്നെ ഉപദ്രവിച്ച പ്രിയ? എനിക്ക് ഒരു കുഴപ്പമില്ല. കൈലാഷ്, ഞാൻ ഇപ്പോഴും പറയുക, ഇതിവിടെ വെച്ച് സംസാരിക്കേണ്ട വിഷയമല്ല. Just shut up and come with me. കൈലാഷ്, വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശമ്പളത്തിന്റെ വിഷയത്തില് കമ്പനിയിൽ കുറെ പ്രശ്നങ്ങളുണ്ടായി. കമ്പനി തൊഴിലാളികളുടെ ശമ്പളം മോഷ്ടിച്ചെന്ന് വരെ സംസാരമുണ്ടായി. അതിന് കാരണക്കാര് ഇവര് 3 പേരുവാ. കമ്പനിയിലെ ഫണ്ടുകളുടെ കുറവുണ്ടെന്നും അതുകൊണ്ട് ഇൻക്രിമെന്റ് കൊടുക്കേണ്ട തുക 6 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതിയെന്നും ഇവർ ഞങ്ങളെ ധരിപ്പിച്ചു. ഡാഡി അത് ശരിവെച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾക്ക് നൽകാനുള്ള മുഴുവൻ തുകയും 6 മാസത്തിന് ശേഷം സാലറിക്കൊപ്പം ബോണസായിട്ട് കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഇവര് നിങ്ങളോട് പറഞ്ഞില്ല. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമല്ല PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇനി മുതൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ബേസിക് സാലറി 30,000 രൂപയായിരിക്കും. ആ കണക്ക് പ്രകാരം നിങ്ങൾക്ക് 2 പേർക്കും കിട്ടാനുള്ള ശമ്പളത്തിന്റെ ബാക്കി കണക്ക്, ആ ബാലൻസ് ആണിത്. കരുണാകരൻ, ഇത് അവർക്ക് കൊടുക്ക. ഇത് പാർവതിക്ക് കൊടുക്കാനുള്ള. മുക്ത, ഇത് പാർവതിക്ക് കൊടുക്ക. ഇടത് കൈ കൊണ്ടല്ല, വലത് കൈ കൊണ്ട്. ഇനി എല്ലാ സ്റ്റാഫുകളുടെ അടുത്തും ചെയ്ത തെറ്റിന് മാപ്പോറ. സോറി. സോറി. ഞാനും നിങ്ങളോട് മാപ്പ് ചോദിക്കുക. സോറി. എനിക്ക് പേഴ്സണലായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കമ്പനിയിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളെ ബാധിച്ചു. സാറ് ഞങ്ങളോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? തെറ്റാര് ചെയ്താലും മാപ്പ് ചോദിക്കണം മോഹന. നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ ഞാനത് നേരിട്ട് പറയണമായിരുന്നു. നിങ്ങൾ സമരം ചെയ്തപ്പോ ഞാൻ നേരിട്ട് വന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഞാനത് ചെയ്തില്ല. നമുക്കിടയില് ഇടനിലക്കാര് വന്നതുകൊണ്ടാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇനി മുതൽ നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ നേരിട്ട് പറയും. നിങ്ങൾക്കും എന്നോട് എന്ത് വേണമെങ്കിലും നേരിട്ട് പറയാം. നമുക്കിടയിൽ ആരും വേണ്ട. ശരി സാർ. ശരി, എല്ലാവരും ജോലിക്ക് കയറിക്കോളൂ. പ്രിയൻ, സോറി. Sorry for everything.
തന്നാനാനേനേ